ഞങ്ങൾക്ക് നേടിത്തന്ന ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കോർത്തെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ദിവികാരന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന മിഷണറികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിസമറിയമേ തമ്പുരാന്റെ അമ്മേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. സ്വർഗീയ സ്നേഹമേ സൗജന്യധാരമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നൊരു ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. ബന്ധങ്ങളെല്ലാം തകർന്നൊരു ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. മോചനം നൽകുവാനാരുണ്ടോ ഭൂമിയിൽ? കേഴുന്നു നാഥാ രക്ഷയേകണേ. മോചനം നൽകുവാനാരുണ്ടോ ഭൂമിയിൽ? കേഴുന്നു നാഥാ രക്ഷയേകണേ. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ദേഹവും ദേഹിയും ഇരുളിലമന്നിത കേഴുന്നു നാഥാ രക്ഷയേകണേ. ദേഹവും ദേഹിയും ഇരുളിലമന്നിത കേഴുന്നു നാഥാ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 59-ാമത്തെ അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങൾ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല. സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. കർത്താവ് ദൈവത്തിനും മഹത്വം. സ്നേഹപിതാവായ ദൈവമേ,
ഞങ്ങളുടെ പാപാവസ്ഥയും തന്മൂലം ഉണ്ടാവുന്ന പാപങ്ങൾ മൂലം അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നുവെന്നും അതിനാലാണ് അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ മലിനമോ പാപമംഗലമോ ആയതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലെന്നും ഞങ്ങൾ അറിയുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ കരുണയും സ്നേഹവും ഓർത്ത് ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പിതാവേ, ഈ 18ാമത്തെ ബാച്ചിലേക്ക് ഒരിക്കലും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത ഞങ്ങളെല്ലാവരെയും ഒന്നിച്ചുകൂട്ടിയ ഈ മിസിയോ കുടുംബത്തെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മിസിയോയുടെ എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീയ പിതാവിനെയും ആനിമേറ്റർ അച്ഛനെയും മറ്റു പ്രിയ വൈദികരെയും മിസിയോ കുടുംബത്തെ രൂപീകരിച്ച് കൈപിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ ആലിസ് കുട്ടി ആന്റിയെയും എല്ലാ റിസർവേഴ്സിനെയും മെന്റേഴ്സിനെയും മിസിയോ ടീം അംഗങ്ങളെയും മിസിയോ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളെയും പ്രത്യേകം ഇന്നത്തെ ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ കരുത്തേകണമേ. കൂടാതെ മിസിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്താൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, യേശയ്യ 59:2 വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. മനോഹരമായ ഈ സായാഹ്നത്തിൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച കുഞ്ഞമ്മ ആന്റിക്കും കുടുംബത്തിനും നന്ദി പറയുന്നു. ഭക്തിസാന്ദ്രമായ ഗാനത്തിലൂടെ പാപാവസ്ഥയെ കുറിച്ചുള്ള ബോധ്യം നൽകിയ മിനിമോൾ ആന്റിക്കും തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയിലൂടെ നമ്മെ നയിച്ച ശോഭന ആന്റിക്കും ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പിതാവിനാൽ തന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ, സഭയുടെ ഏകദൗത്യമായ സുവിശേഷവൽക്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി രൂപമെടുത്ത മിസിയോ 18ാമത്തെ ബാച്ചിന്റെ പാപാവസ്ഥ എന്ന നിത്യസത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കോഴ്സിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിലേക്ക് നാം ഓരോരുത്തരും ഏറെ സ്നേഹത്തോടെ പ്രവേശിക്കുകയാണ്. ആദ്യമായി ഈ മിസിയോ കൂട്ടായ്മയെ ആശീർവാദങ്ങളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാക്കുന്നതിനായി നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി ജാക്സൺ തെക്കുംപീടികയിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസിയോ കൂട്ടായ്മയുടെ എല്ലാമായ ആലീസ് കുട്ടി ആന്റിയെയും ടോമിച്ചൻ ബ്രദറിനെയും ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അതിവിശിഷ്ടമായ സ്നേഹത്തെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ദൈവം തന്റെ അതിവിശിഷ്ടമായ സ്നേഹം നമ്മിലേക്ക് ചൊരിയുന്നു. ഈ സ്നേഹം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല. ഇതെന്തുകൊണ്ടാണ് എന്നതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ സെഷൻ. രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെ കുറിച്ചുള്ള പ്രൊക്ലമേഷൻ നടത്തുന്നതിനായി ക്ലീറ്റസ് ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. ഈ ഭൂമി സൃഷ്ടിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ ഒരു മനോഹരമായ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടെ ഭൂമിയിൽ ഒരു പറുദീസ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും ദൈവസ്നേഹം അനുഭവിച്ചറിയണം എന്നതായിരുന്നു
ദൈവത്തിന്റെ ആ മനോഹര പദ്ധതി. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും തുല്യതയും സ്നേഹവും അനുഭവേദ്യമാകാൻ ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നീതിയോടെ ഈ ഭൂമി ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുന്നതിനും ഭൂമിയിൽ സകല സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകി. എന്നാൽ ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നതിനുള്ള ദൈവത്തിന്റെ ഈ മനോഹര പദ്ധതി സാത്താന്റെ വാക്കുകൾ കേട്ട് മനുഷ്യൻ തകിടം മറിക്കുകയാണ്. വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. സാത്താന്റെ വലിയൊരു ആയുധമാണ് നമ്മെ കൺഫ്യൂഷനാക്കി പാപത്തിലേക്ക് നയിക്കുക എന്നത്. ദൈവത്തെ പോലെ ആയിരിക്കുന്ന മനുഷ്യനെ നോക്കി പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന സാത്താന്റെ വാക്കുകൾ കേട്ട് സാത്താന്റെ അടിമയായി മനുഷ്യൻ മാറുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യം, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. അതെ, ഇവിടെ സാത്താന്റെ വാക്കിനാൽ മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അവൻ സാത്താന്റെ അടിമയായി തീർന്നു. വീണ്ടും നമുക്ക് കാണാം, നിങ്ങൾ അനുസരണയുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അതെ, സാത്താനെ അനുസരിച്ചത് കൊണ്ട് ഈ ലോകത്തിന്റെ മേൽ സാത്താന് അധികാരം ലഭിക്കുകയും അങ്ങനെ സാത്താൻ ഈ ലോകത്തിന്റെ അധികാരിയാവുകയും ചെയ്യുന്നു. മനുഷ്യകുലം മുഴുവൻ എന്നേക്കുമായി സാത്താന്റെ അടിമയായി തീരുകയും ചെയ്യുന്നു. കൂടാതെ മരണം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് എല്ലാവരിലും മരണം എല്ലാവരിലും വ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവിക ജീവൻ നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാദരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവം മനുഷ്യന്റെ നാസാദരങ്ങളിലേക്ക് നിശ്വസിച്ചു കൊണ്ട് ദൈവാത്മാവിനെ മനുഷ്യന് നിക്ഷേപിക്കുന്നു. മനുഷ്യൻ പാപത്തിന് അടിമയാവുന്നതിന് മുമ്പ് അവൻ നയിക്കപ്പെട്ടിരുന്നത് ദൈവാത്മാവിനാലാണ്. അവന് യാതൊരു നിയമവും നൽകപ്പെട്ടിരുന്നില്ല. പാപം മൂലം മനുഷ്യന് തന്റെ ദൈവിക ജീവൻ ഇല്ലാതാകുന്നു. തന്റെ ആന്തരിക മനുഷ്യനെ നഷ്ടമാകുകയും അവനൊരു ജഡിക മനുഷ്യനായി തീരുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ പാപം മൂലം സകല മനുഷ്യരുടെയും സ്വാതന്ത്ര്യവും അധികാരവും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടമാകുന്നു. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് എനിക്ക് പരിചയമുള്ള ഒരു സുശീല ചേച്ചിയുടെ അനുഭവമാണ് കടന്നു വരുന്നത്. സുശീല ചേച്ചിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിന് കുറച്ച് സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ സുശീല ചേച്ചിയെ സമീപിക്കുകയാണ്. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് സുഹൃത്ത്. അതിനായി സുശീല ചേച്ചിയുടെ ആധാരം പണയം വയ്ക്കാനായി സുഹൃത്ത് ചോദിക്കുകയാണ്. സുഹൃത്തിന്റെ വാക്ക് കേട്ട് സുശീല ചേച്ചി ലോൺ എടുക്കുന്നതിനായി തന്റെ വീടിന്റെ ആധാരം എടുത്തു കൊടുക്കുകയാണ്. വീടിന്റെ ആധാരങ്ങൾ പണയപ്പെടുത്തി ലോൺ എടുത്തു. കാലം കുറച്ചു കഴിഞ്ഞു. സുശീല ചേച്ചിക്ക് പ്രായമായി. തന്റെ സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണപത്രം എഴുതി. തന്റെ കാലശേഷം വീടും പറമ്പും പെൺമക്കൾക്ക് എഴുതി വെച്ചു. പറമ്പ് പെൺമക്കൾക്കും വീട് മകനും എഴുതി വെച്ചു. പിന്നീട് ചേച്ചി അസുഖം ബാധിച്ച് മരിക്കുകയാണ്. തങ്ങൾക്കുള്ള അവകാശങ്ങൾ എല്ലാം വേണ്ടവിധം എഴുതി തന്നതിൽ മക്കൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരുന്നത്. കാരണം സുശീൽ ചേച്ചിയുടെ സുഹൃത്ത് എടുത്ത ലോൺ തിരിച്ചടച്ചിരുന്നില്ല. അവർ കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതി ലോൺ എടുത്ത പണം ഉപയോഗിച്ചത് അമ്മയിൽ നിന്നും അമ്മയുടെ സുഹൃത്താണെന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ കോടതി പറഞ്ഞു, ലോൺ തിരിച്ചടക്കാത്ത പക്ഷം ഭൂമിയുടെ ക്രയവിക്രയാവകാശം എല്ലാം ബാങ്കിനാണ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അമ്മ എഴുതി കൊടുത്തിട്ടുണ്ട്. മക്കളായ നിങ്ങൾക്ക് യാതൊരു അവകാശവും അധികാരവും ഈ ഭൂമിയിൽ ഇല്ലെന്ന്. ഇനി മക്കളായ നിങ്ങൾക്ക് ഈ അവകാശം തിരിച്ചു കിട്ടണമെങ്കിൽ ബാങ്കിന് കൊടുക്കേണ്ട സംഖ്യ കൊടുക്കണം. എന്നാൽ വളരെ വിഷമമുള്ള കാര്യം എന്നത് ബാങ്ക് ലോൺ തീർത്ത് ഈ നഷ്ടപ്പെട്ട അവകാശം തിരിച്ചു പിടിക്കാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. തികച്ചും നിസ്സഹായമായിരുന്ന അവസ്ഥ. അവരെ സഹായിക്കാൻ ആരെങ്കിലും വരണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായി. നോക്കണേ, ഒരാളുടെ തെറ്റിന് ഒത്തിരി പേർ കഷ്ടത്തിലാവുന്ന അവസ്ഥ. ഈ അനുഭവത്തെ ആദത്തിന്റെ പാപം മൂലം മനുഷ്യകുലത്തിനുണ്ടായ നഷ്ടത്തെ ഓർത്ത് ഞാനിത്
ഈ അനുഭവം ചേർത്ത് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെ പാപം മൂലം മനുഷ്യകുലം മുഴുവന്റെയും ദൈവമക്കൾ സ്ഥാനം നഷ്ടമായി. ആദത്തിന്റെ അനുസരണത്തിന് ശേഷം പിന്നീട് ജനിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഛായ നഷ്ടമാവുകയാണ്. ഉൽപ്പത്തി 5:3 ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ സൃഷ്ടി വിവരത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെങ്കിൽ, പാപം രംഗപ്രവേശം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സൃഷ്ടി വിവരണത്തില് അവന്റെ ഛായയിൽ എന്നാണ് വിവരിക്കുന്നത്. അതെ, അവന്റെ ഛായയിൽ എന്ന് പറയുമ്പോൾ ആദത്തിന്റെ ഛായയിലാണ്. മനുഷ്യന്റെ ഈ തകർച്ചയെ കുറിച്ച് യെശയ്യാ 59:2 വ്യക്തമാക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവത്തെ കാണാൻ പറ്റാത്ത വിധം, കേൾക്കാൻ പറ്റാത്ത വിധം എല്ലാവരും ദൈവത്തിൽ നിന്നാകുന്നു. പാപാവസ്ഥ മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. ദൈവം തോട്ടത്തിൽ ഉലാത്തുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ പുരുഷനും സ്ത്രീയും മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു. ദൈവത്തിന്റെ സൗഹൃദ വലയത്തിലായിരുന്ന മനുഷ്യൻ ഓടി ഒളിക്കാൻ കാരണം മനുഷ്യന്റെ ദൈവവുമായുള്ള ബന്ധം തകർന്നതുകൊണ്ടാണ്. ദൈവ മനുഷ്യ ബന്ധം തകർന്നതുപോലെ തന്നെ മനുഷ്യനെ തന്നോട് തന്നെയുള്ള ബന്ധവും തകരുന്നതായി കാണാം. നാണവും ലജ്ജയും അപകർഷതാബോധവും തന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നലും അവനിൽ ഉണ്ടാക്കുന്നു. താൻ നഗ്നനാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യന് ലജ്ജ തോന്നി അത്തിലകൾ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്നതും മനുഷ്യന് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടമാകുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ദൈവത്തോടും തന്നോട് തന്നെയുള്ള ബന്ധം തകർന്നതുപോലെ മറ്റുള്ളവരുള്ള ബന്ധം തകരുന്നു. എന്റെ അസ്ഥിയുടെ അസ്ഥി എന്ന് സ്നേഹത്തോടെ വിളിച്ച ഹവ്വായെ നീ കൂട്ടി തന്ന സ്ത്രീ എന്ന് പറഞ്ഞ് തള്ളി പറയുന്നതും മറ്റുള്ളവരുമായുള്ള ബന്ധം തകരുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ഇനി പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. പാപം ചെയ്യുന്ന ആദത്തോട് പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലായാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിങ്ങൾക്കായി ഉറപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മനുഷ്യന്റെ പാപം മൂലം പ്രപഞ്ചത്തിന്റെ സ്വഭാവം പോലും മാറുന്നു. ഭൂമിയിൽ മുള്ളും മുൾച്ചെടികളും ഉണ്ടാകുന്നു. മനുഷ്യന് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരുന്നു. അങ്ങനെ പ്രപഞ്ചവുമായുള്ള ബന്ധം ഇല്ലാതാകുന്നു. ഇങ്ങനെ സകലം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഈ പാപാവസ്ഥയെ കുറിച്ചുള്ള സങ്കീർത്തകന്റെ വിലാപമാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. തീർച്ചയായും മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപിയാവുന്നത്, അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പാപിയാണ്. പാപാവസ്ഥയുടെ ഏറ്റവും ഭയാനകമായ ഒരു വേഷം എന്ന് പറയുന്നത് അവന്റെ നിസ്സഹാവസ്ഥയാണ്. മനുഷ്യന് തന്നിൽ തന്നെയുള്ള നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം മൂലം മനുഷ്യന് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് ദുഷ്ടന്റെ നിയന്ത്രണത്തിലും ശക്തി വലയത്തിലും ആകുന്നു. നാം 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം നിസ്സഹായരാണ് മനുഷ്യകുലം മുഴുവനും. ഈ ദുരാവസ്ഥ തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ ഇങ്ങനെ വിലപിക്കുന്നുണ്ടല്ലോ, ഞാൻ ദുർഭകരായ മനുഷ്യൻ, മരണത്തിന് അധീനായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ആദ്യ മാതാപിതാക്കളുടെ അടിമത്തത്തിന്റെ ആവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം ശ്രമിക്കാറുണ്ട്, പക്ഷെ സാധ്യമാവാറില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നാം പലതിനാലും തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സാത്താന്റെ അടിമകളായി തീരുന്നു. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള വിദ്വേഷമോ വൈരാഗ്യമോ നീരസമോ ആകാം. ചില വ്യക്തികളോടോ വസ്തുക്കളോടോ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടുള്ള ഇഷ്ടങ്ങളാകാം. പണം, മദ്യം, മയക്കുമരുന്ന്, സെക്സ്, മൊബൈൽ, ഭക്ഷണം എന്നിവയുള്ള ആസക്തികളാകാം. എന്നിങ്ങനെ പല കാര്യങ്ങളാലും നാം തോൽപ്പിക്കപ്പെടുന്നു. എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, എന്റെ ജീവിത പങ്കാളി സീനയ്ക്ക് ഒരു ജോലിക്ക് പോകണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള ഒരു CBSE സ്കൂളിൽ ടീച്ചറുടെ വേക്കൻസി ഉള്ളതായിട്ട് അറിയുന്നത്. സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ ജോലി ലഭിക്കാനായി അവിടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കട്ടണമെന്ന് അറിഞ്ഞത്. തന്റെ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ തരാമെന്നുള്ള വാഗ്ദാനവും അവർ നൽകിയിരുന്നു. ആ സ്കൂളിൽ തന്നെ എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയും ജോലി ചെയ്തിരുന്നു. സ്കൂളിനെ പറ്റിയും
പറ്റിയും പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നും ഞാൻ എന്റെ സുഹൃത്തിനോട് ആരാഞ്ഞു. സുഹൃത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ കടം വാങ്ങി സ്കൂളിലെ സെക്യൂരിറ്റി തുക അടച്ചു. എന്നാൽ ആ സെക്യൂരിറ്റി തുക പോയി. അതൊരു ചതിയായിരുന്നു. എന്റെ സുഹൃത്തിന് സ്കൂളിന്റെ ദുരവസ്ഥയെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും ആ വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് നല്ലതാണെന്ന് പറഞ്ഞത്. അങ്ങനെ പറയുന്നത് കൊണ്ട് എന്റെ സുഹൃത്തിന് പ്രത്യേക സാമ്പത്തിക ലാഭവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പണം പോയി എന്ന് മാത്രമല്ല, ജോലിയും ലഭിച്ചില്ല. ഇതിന്റെ സുഹൃത്തിനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഏതെല്ലാം വഴിയിലൂടെ സുഹൃത്തിനെ ഉപദ്രവിക്കാനും ഒറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ ചിന്ത എന്റെ സ്വഭാവം തന്നെ മാറ്റി. ദേഷ്യം, കോപം, പരദൂഷണം, കുറ്റപ്പെടുത്തല്, അപവാദം പറയല് എന്നിങ്ങനെ ഞാൻ ആഗ്രഹിക്കാത്ത പല സ്വഭാവങ്ങളും എന്നിൽ കടന്നുകൂടി. ഇത് ആ വ്യക്തിയോട് മാത്രമല്ല, മറ്റുള്ളവരോടും എന്റെ കുടുംബത്തിലുള്ളവരോടും എല്ലാം പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്നിൽ നിന്നും എനിക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ. നന്മ ചെയ്ത ദൈവസ്നേഹം അനുഭവിക്കേണ്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തി. എല്ലാവരുടെയും ഉള്ളിൽ തിന്മ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉണങ്ങി വരേണ്ട ഈ ഭൂമിയിൽ മഴവെള്ളം വീണ് കുതിരുമ്പോൾ അനേകം ചെടികൾ മുളച്ചു പോകുന്നു. അതുപോലെ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള പാപം വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തനിയെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആരെങ്കിലും സഹായിച്ചേ മതിയാകും. ഈ ആഴ്ച ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ തടസ്സമായി നിൽക്കുന്ന പാപാവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാപാവസ്ഥ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്തുന്നതെന്ന് ഹൃദയസ്പർശിയായി വിശുദ്ധ ബൈബിളിനെ അധിഷ്ഠിതമാക്കി ജീവിതാനുഭവത്തിലൂടെ വ്യക്തമാക്കി തന്ന ക്ലീറ്റസ് ചേട്ടന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റിമണി ഷെയറിങ്ങിനായി മേരി ആന്റിയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ഞാൻ മേരി വർഗീസ്, ഒരു റിട്ടയർഡ് ടീച്ചറാണ്. എൻ്റെ ഹസ്ബൻഡും ITI റിട്ടയർഡ് ആണ്. ജോഷുവ 3:5 നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി. എങ്ങനെയെന്ന് പറയാം. 1974 ഞങ്ങളുടെ വിവാഹം നടന്നു. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് വിവാഹ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. അതുകൊണ്ടായിരിക്കണം പിന്നീട് വളരെയധികം സഹനങ്ങൾ എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം എനിക്ക് നേരിടാൻ സാധിച്ചു. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ വിവാഹ ജീവിതം ദുഃഖദുരിതമായിരുന്നു. ഞങ്ങൾക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു. 3 വയസ്സിന്റെ വ്യത്യാസം. മൂത്തവന് 1.5 വയസ്സായപ്പോൾ അവന് മൈക്ലോണിക് എപ്പിലെപ്സി, അതൊരു തരം അപസ്മാരം, അത് വന്നു. രണ്ടാമത്തേനും ടെമ്പർ ലോബ് എപ്പിലെപ്സി എന്ന് പറയും, അതും ഒരു തരം അപസ്മാരം. അവന് 3.5 വയസ്സുള്ളപ്പോൾ അതും വന്നു. 2 പേർക്കും മെഡിസിൻ കൊടുക്കാൻ തുടങ്ങി, വളരെ സ്ട്രോങ് മെഡിസിൻ. മൂത്തവന് സോഡിയം വാൽപ്രേറ്റ്, ഇളയവന് എംടോയിൻ. അത് 2 സ്ട്രോങ് മെഡിസിൻ ആയിരുന്നു, സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ. അത് കൊടുത്തില്ലെങ്കിൽ സുഖക്കേടിന്റെ തീവ്രത കൂടുമെന്ന് ഡോക്ടർ പറഞ്ഞു. കൊടുത്തുകൊണ്ടേയിരുന്നു. കൊടുത്തിട്ടും അസുഖം വന്നുകൊണ്ടേയിരുന്നു. മൂത്തവന് 5 വർഷം കൊടുത്തു. 5 വർഷം കൊടുത്തിട്ട് നിർത്തിയപ്പോൾ വീണ്ടും വന്നു. ഒരു കോഴ്സ് 5 വർഷമാണ്. വീണ്ടും 5 വർഷം കൊടുത്തു. 5 വർഷം കൊടുത്തു നിർത്തിയപ്പോൾ വീണ്ടും വന്നു. വീണ്ടും 5 വർഷം കൊടുത്തു, വീണ്ടും വന്നു. 3 പ്രാവശ്യം നിർത്തി, വന്നു. ഇളയവന് നിർത്തിയതേയില്ല, മരുന്ന് കൊടുത്തുകൊണ്ടേയിരുന്നു. സൈഡ് എഫക്റ്റ് വേറെ. ഇവന് ലിവർ ഇൻഫെക്ഷൻ വരുമോ എന്ന് മൂത്തവന് നോക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയവനും അതെ, ഡ്രൗസിനസ്. ഒന്ന് പഠിപ്പിക്കാനോ സ്കൂളിൽ ശരിക്ക് വിടാനോ ഒന്നും സാധിച്ചില്ല. വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല. ടീച്ചറിനോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അന്ന് എൻ്റെ ഹസ്ബൻഡ് നല്ലോണം കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മറ്റുള്ളവരോട് വളരെ വഴക്കിടും, ദേഷ്യപ്പെടും, വളരെ മുൻകൂപിയായിരുന്നു. മറ്റുള്ളവരുടെ സംസാരത്തിൽ നല്ലോണം രസിപ്പിക്കും. എങ്ങനെയാണോ, മറ്റുള്ളവരെ വിമർശിച്ചും കുറ്റം പറഞ്ഞും അവരെ പരിഹസിച്ചും ഒക്കെ അവരെ നല്ലോണം രസിപ്പിക്കും. വഴക്കിടുന്നതിൽ വലിയ സന്തോഷമായിരുന്നു. ഞാൻ നേരെ തിരിച്ചും. ഞാനൊരു സമാധാനപ്രിയയായിരുന്നു. എങ്കിലും ഈ സ്വഭാവം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. സ്വഭാവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം. എങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം മൗനമായി സഹിച്ചു.
ഈ ഭാവാന്തകാരത്തിലെ ജീവിതം വളരെ നാൾ നീണ്ടു നിന്നു. നിരാശ നിറഞ്ഞ ജീവിതം, എപ്പോഴും നിരാശാജനകമായ ജീവിതം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുട്ടികളുടെ ഭാവിയില്ലാത്ത കുട്ടികൾ, എപ്പോഴും ഇറങ്ങി നീങ്ങിക്കൊണ്ടേയിരുന്നു ആ ജീവിതം. ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാലും പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. വല്ലാത്തൊരവസ്ഥയിൽ ഈ ജീവിതം അങ്ങനെ നിറങ്ങി നീങ്ങിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വളരെ 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 പ്രയാസത്തിൽ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവിടെ, അതായത് 1993, അവിടെ ഒരു കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പ് വന്നു. സെൽവരാജ് എന്നൊരു ബ്രദർ അവിടെ വന്നു. ആ ബ്രദർ നല്ലവണ്ണം വചനപ്രഘോഷണവും പ്രാർത്ഥനയും നടത്തി. ഞങ്ങളും അതിൽ പോയി ചേർന്നു. ഞങ്ങൾക്കതിൽ വലിയ ഇഷ്ടമായി. ഞങ്ങളും അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഞാൻ ഈ കുട്ടികളുടെ കാര്യം ആ ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുട്ടികളെ പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക് നിങ്ങൾ ഇനി ടാബ്ലറ്റ് കൊടുക്കണ്ട, അതിന് പകരം തലയിൽ കൈവച്ച് ദിവസവും പ്രാർത്ഥിച്ചാൽ മതി, സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് വിശ്വസിച്ചു. ഞങ്ങൾ എന്നിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസവും രാത്രിയും ബൈബിൾ വായിക്കും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. രാവിലെ 4:30 മണിക്ക് എണീക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ആളുടെ കുടി നിർത്തി ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തുടങ്ങി. ക്ഷമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരോടും ക്ഷമിക്കണം, ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ചെയ്യാൻ തുടങ്ങി ഞങ്ങള്. അപ്പോൾ ഞങ്ങളുടെ അമ്മയും അപ്പച്ചനും വഴക്ക് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ മരുന്ന് നിർത്തിയത്, നിർത്താൻ പാടില്ലായിരുന്നു എന്ന് അമ്മയും അപ്പച്ചനും വഴക്ക് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ എന്നും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. കുട്ടികൾക്കൊന്നുമില്ല. അവർക്ക് വളരെ മാറ്റം. എത്ര മാറ്റം എന്നോ. അവർക്ക് നല്ല മിടുക്കരായി, പഠിത്തത്തിലും എല്ലാത്തിലും. എൻ്റെ ഭർത്താവ് ഒത്തിരി മാറ്റം മാറി. ഭർത്താവിന് മാറ്റം, കുടിയും വലിയും ഒന്നുമില്ലാത്ത ഒരു ജീവിതം. അപ്പോൾ ഞങ്ങൾ പോയി ഡോക്ടറോട് പറഞ്ഞു, ഈ വിവരം പറഞ്ഞു, കുട്ടികളുടെ അസുഖം മാറി, ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിലാണ് അത് മാറിയതെന്ന്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, തിയോളജി ആൻഡ് സൈക്കോളജി, ദേ ആർ ബ്രദേഴ്സ്, അങ്ങനെയും സംഭവിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ഞങ്ങൾക്ക് തന്നിരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നത്, ഏറ്റവും വലിയൊരു അനുഗ്രഹം. നിങ്ങൾ ഒരിക്കലെങ്കിലും മറക്കാൻ പറ്റുമോ? അതാണ്, നോക്ക്, 2 റോമ 2:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. അതേ സഹോദരെ, അപ്രകാരം ഞങ്ങളുടെ ജീവിതം നവീകരിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇപ്പോൾ പാവാവസ്ഥയിലായിരുന്നപ്പോൾ ഒരു നിരാശാജനകമായ ജീവിതമായിരുന്നു അത്. ദൈവത്തിന്റെ സ്നേഹവും കരുതലും രുചിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ദൈവം ഞങ്ങളെ ആ കാലഘട്ടത്തിലൂടെ ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ദൈവം. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം എത്രയോ സന്തോഷപ്രദമാണ്. എൻ്റെ ഹസ്ബൻഡ് ആകെ മാറിയിരിക്കുന്നു, ആളാകെ മാറിയിരിക്കുന്നു. അദ്ദേഹം ആത്മീയതയിലോട്ട് കടന്നു വന്നു. വളരെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തുടങ്ങി. സൗമ്യനും ശാന്തശീലനുമായി. എന്തൊരു മാറ്റം! അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. വളരെയധികം ആത്മീയ വളർച്ച പ്രാപിച്ച ഒരു മനുഷ്യനായി തീർന്നു. ഒരു രൂപാന്തരീകരണം പ്രാപിച്ചു, പുതിയൊരു മനുഷ്യനായി തീർന്നു. എൻ്റെ നിരാശയെല്ലാം മാറി. എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ കുട്ടികളും മാറി. കുട്ടികൾ എല്ലാം ഇപ്പോൾ നല്ല പഠിച്ച് മിടുക്കരായി, അവർ സെറ്റിൽഡായി. എങ്കിലും എത്ര വലുതായാലും അവർക്ക് ഒരു ദുശീലങ്ങളുമില്ല, നല്ല കുട്ടികളാണ്. എത്ര വലുതായിട്ടും അവര് ഞങ്ങളുടെ ഇടയിൽ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് വരും. അവർക്ക് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമാണ്. ദൈവം നമുക്ക് ചെയ്തു തരുന്ന നന്മകളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. കൃതജ്ഞതാനിർഭരമായ ഹൃദയശുദ്ധിയോടെ നമ്മൾ ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക്സ് മേരി ആന്റി. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ദൈവസ്നേഹം
പാപാവസ്ഥ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിന്നും പരസ്പര സ്നേഹത്തിൽ നിന്നും നമ്മോട് തന്നെയുമുള്ള ബന്ധം തകർക്കുന്നതെന്ന് വ്യക്തമാക്കി തന്നതിന് അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നതിനായി നാൻസി ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോണ്. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ വ്യക്തിപരമായി സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. ഈ ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് സ്നേഹം തന്നെയായ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് അതിന് സാധിക്കുന്നില്ല. അതിനുള്ള കാരണം നമ്മിലുള്ള പാപാവസ്ഥയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാം അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യന്. പക്ഷെ അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കാനാവാതെ നിരാശയുടെ പടുകുഴിയിൽ നിസ്സഹായനായി കുമ്പിട്ടിരിക്കുകയാണ്. കാരണം അയാൾ പാപത്താൽ ബന്ധിതനാണ്. സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. സന്തോഷവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തോബിത്ത് 12:10 പറയുന്നു, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. എന്താണ് പാപാവസ്ഥ? ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയുവാനും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും തടസ്സമായി നിൽക്കുന്ന അവസ്ഥയാണ് പാപാവസ്ഥ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടത്തേക്ക് മനുഷ്യനെ കുറിച്ച് വളരെ ഉന്നതമായ മഹത്തരമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദൈവിക പദ്ധതി? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഭൂമിയിൽ കൊണ്ടുവരിക. അതിൽ ദൈവം മനുഷ്യനെയും പങ്കാളിയാക്കി. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പറുദീസയിൽ ആക്കി. തന്റെ എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള പൂർണ്ണ അധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി. ജ്ഞാനത്തിന്റെ പുസ്തകം 9:2 ഇങ്ങനെ പറയുന്നുണ്ട്, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ മനോഹരമായ ആ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. ദൈവം എന്താണോ മനുഷ്യനോട് ചെയ്യരുതെന്ന് പറഞ്ഞത് അവൻ അത് ചെയ്തു. സാത്താന്റെ പ്രചോദനത്തിന് വഴങ്ങി. അങ്ങനെ ശത്രു മനുഷ്യനിൽ സംശയത്തിന്റെ വിത്ത് വിതച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, സാത്താൻ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ സ്ത്രീയെ പ്രേരിപ്പിച്ചു. സാത്താൻ പറയുന്നു, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവതുല്യരായി ദൈവത്തെ പോലെയായിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെയും വിത്ത് വിതച്ച് ദൈവസ്നേഹത്തിൽ നിന്നും വലിച്ചു മാറ്റുന്ന സാത്താനിക തന്ത്രം. മനുഷ്യൻ സാത്താന്റെ വാക്കനുസരിച്ചു. സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് പോയി. സകലതും സമർപ്പിച്ചു. അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. ദുഷ്ടചിന്തകളും ആലോചനകളും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സാവധാനം പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി 3:1-7 വരെ ഉള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്, സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. ദൈവിക ജീവനും അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടമായി. ദൈവ സാന്നിധ്യത്തിൽ അനുഭവിച്ചിരുന്ന സന്തോഷവും ദൈവസ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം നഷ്ടമായി. ദൈവ സാന്നിധ്യം തന്നെ ഭയമായി തീർന്നു. അറിവിന്റെ പ്രകാശത്തിൽ നിന്നും ഭയത്തിന്റെ ഇരുട്ടിലേക്ക് ഓടിയൊളിച്ച മനുഷ്യൻ വൃക്ഷത്തിന്റെ മറവിൽ അഭയം തേടുന്നു. ദൈവത്തോട് ഒന്നിച്ചായിരുന്ന മനുഷ്യൻ സാത്താന്റെ വാക്കനുസരിച്ചപ്പോൾ ഭയത്താലും ലജ്ജയാലും ഓടിയൊളിക്കുന്നു. ഏശയ്യ 59:2 ഇങ്ങനെ പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. ദൈവം എത്ര സ്നേഹിച്ചാലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നിന്റെ പാപത്തിന്റെ കാർമേഘം നിന്നെ മൂടിയിരിക്കുന്നു. നിന്റെ മുഖം ദർശിക്കാനാവാത്ത വിധം അത് നിന്നെ മറച്ചിരിക്കുന്നു. ആദി മാതാപിതാക്കളുടെ ദൗത്യം ലോകത്തിലെ സകല ജീവജാലങ്ങളെയും
നോക്കി സംരക്ഷിച്ചു വളർത്തുക എന്നുള്ളതായിരുന്നു. അവർക്ക് അനുസരിക്കാനുള്ള കൽപ്പന ഒന്നു മാത്രമായിരുന്നു: തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണത്തിലൂടെ എല്ലാം നോക്കി സംരക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ആദ്യ മാതാപിതാക്കൾ. സൃഷ്ടാവിന്റെ സ്നേഹ സംരക്ഷണത്തിൽ ആയിരുന്നുകൊണ്ട് സ്വസ്ഥവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവർ. രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുന്നു, ദൈവത്തിന്റെയും പിശാചിന്റെയും. ദൈവത്തിന്റെ വാക്കുകളായിരുന്നു: വിശ്വസിക്കുക, അനുസരിക്കുക, അവ നിത്യജീവനിലേക്ക് നയിക്കും. എന്നാൽ പിശാചിന്റെ വാക്കുകൾ തിന്മയുടെ അടിമത്തത്തിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്നവയാണ്. നിയമാവർത്തനം 3:15 പറയുന്നു: ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവന് നൽകിയ സ്വാതന്ത്ര്യമാണ്. എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഭയത്തോടെയുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പ്രത്യുത പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹമാണ്. സാത്താന്റെ വാക്കുകൾ അനുസരിച്ച മനുഷ്യൻ തിന്മയും മരണവും തിരഞ്ഞെടുത്തു. അടിമത്തം എന്താണെന്ന് 2 പത്രോസ് 2:19 പറയുന്നു: ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടു. റോമ 6:16 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അനുസരണയുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. റോമ 3:10-12 ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. ആദ്യ മാതാപിതാക്കളുടെ തിന്മ മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മുഴുവൻ മനുഷ്യവംശവും പാപാവസ്ഥയിലാണ് ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ പോലും നല്ലവനായി ഇല്ല എന്ന് സങ്കീർത്തകൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്. 1 യോഹന്നാൻ 5:19 യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിൽ ആയതുകൊണ്ട്, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ദുഷ്ടന്റെ ശക്തിവലയത്തിന്റെ സ്വാധീനം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നാം വീണു പോകാറുണ്ട്. നമ്മുടെ ദുർഭഗാവസ്ഥയാണിത്. റോമ 6:22 ഇങ്ങനെ വായിക്കുന്നു: പാപത്തിന്റെ വേതനം മരണമാണ്. സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു പോയതോടെ മരണ സംസ്കാരത്തിന് അടിപ്പെട്ടുപോയി. ബന്ധങ്ങൾ സ്ത്രീയെ സൃഷ്ടിച്ച് പുരുഷന് മുമ്പിൽ നിർത്തിയപ്പോൾ ഉള്ള പുരുഷന്റെ പ്രതികരണമാണ്: എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. പക്ഷെ ഒത്തിരി ആവേശത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന വികാര വൈകല്യമാണ് അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ എന്ന പ്രതികരണത്തിൽ കാണുന്നത്. തിന്മകളിൽ പങ്കാളികളാകുന്നതോടെ പരസ്പര ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നു. ഹൃദയത്തിലെ പരസ്പര പൊരുത്തക്കേടുകൾ ആകുന്നു. ഹൃദയവികാരങ്ങൾ കലുഷിതമാകുമ്പോൾ അത് എല്ലാ ബന്ധങ്ങളും തകർക്കുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. മനുഷ്യബന്ധങ്ങൾ തകരുന്നു, ദൈവവുമായുള്ള ബന്ധം തകരുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, ഭയം വളരുന്നു, വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം എല്ലാം ഉണ്ടാകുന്നു. നമ്മോട് തന്നെയുള്ള ബന്ധം വികലമാകുന്നു. ഉൾവലിയുന്നവരും ഭയം, ലജ്ജ എന്നിവയ്ക്ക് അടിമപ്പെട്ടവരും ആകുന്നു. പരസ്പര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു. പഴി പറയുന്നവരും കുറ്റം വിധിക്കുന്നവരും സ്വയം ന്യായീകരിക്കുന്നവരും ആകുന്നു. സംരക്ഷിക്കേണ്ട സൃഷ്ടി പ്രപഞ്ചത്തോട് ശത്രുതയിൽ ആകുന്നു. ബന്ധങ്ങളിലുള്ള തകർച്ച വലിയ അടിമത്തത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ക്രിയാത്മകമായി ചെലവഴിക്കേണ്ട നമ്മുടെ സമയം ആരെങ്കിലും കവരുന്നുണ്ടെങ്കിൽ നാം അവരുടെ അടിമകളാകുന്നു എന്ന് തിരിച്ചറിയണം.
ആ അടിമത്തം ചിലരോടൊക്കെയുള്ള പകയും വിദ്വേഷവുമാകാം, ചിലരോടൊക്കെയുള്ള അധിക സ്നേഹവും താല്പര്യവുമാകാം. എന്തു തന്നെയായാലും വൈകാരിക അടിമത്തം പാപത്തിന്റെ അടിമത്തമാണെന്ന് മനസ്സിലാക്കുക. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ചൂട് കൂടിയാൽ പ്രശ്നം, തണുപ്പ് കൂടിയാൽ പ്രശ്നം, മഴ കുറഞ്ഞാൽ പ്രശ്നം, കൂടിയാൽ പ്രശ്നം. പ്രപഞ്ചത്തോട് പോലും ഗുസ്തി പിടിക്കുന്ന മനസ്സിന്റെ അടിമത്തത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സങ്കീർത്തനം 51:5 നമ്മൾ വായിക്കുന്നു, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. സ്വയം അവബോധത്തോടെയുള്ള ഒരു വിലാപമാണിത്. നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും യുദ്ധം ചെയ്യുന്ന ഒരു ആത്മാവിന്റെ വിലാപം. നമ്മുടെ മേലുള്ള ദുഷ്ടന്റെ സ്വാധീനത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥമായ വിലാപം. സങ്കീർത്തനം 42:1 നാം വായിക്കുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നെ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തകർന്ന മനുഷ്യൻ പ്രത്യാശ നഷ്ടപ്പെട്ടവനായി വീട്ടാനാകാത്ത കടത്തിൽ നിപതിച്ചു, പാപത്തിന്റെ അടിമത്തത്തിലായി. റോമ 7:15 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. നന്മ ചെയ്യാൻ കഴിയാത്ത വിധം തിന്മയിലേക്ക് ഹൃദയം ചാഞ്ഞുപോയിരിക്കുന്നു. തികച്ചും പരിതാപകരമായ അവസ്ഥ. ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? നമുക്ക് നോക്കാം. മാവായതുകൊണ്ടാണോ മാങ്ങയുണ്ടാകുന്നത്, അതോ മാങ്ങയുള്ളത് കൊണ്ടാണോ മാവായത്? നമുക്കറിയാം, മാവിൽ മാങ്ങ ഉണ്ടായാലും ഇല്ലെങ്കിലും മാവ് തന്നെ. അതുപോലെയാണ് നമ്മൾ. സ്വഭാവത്താൽ നമ്മൾ പാപികളാണ്. അവസരം വരുമ്പോൾ നമ്മിൽ നിന്നും തിന്മയുടെ ഫലങ്ങൾ പുറപ്പെട്ടേക്കാം. റോമ 7:19-20 നമ്മൾ വായിക്കുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നു എങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തിന്റെ മേഖലകൾ നമ്മെ വല്ലാതെ തളർത്തുന്നു. നമ്മൾ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ അത് പുറത്തേക്ക് വരികയും നമ്മളെ വികലമാക്കുകയും ചെയ്യുന്നു. ലോസ് ദ കൺട്രോൾ ഓഫ് എവറിഥിങ്, ലോസ് ദ കൺട്രോൾ ഓൺ സെൽഫ്. എല്ലാത്തിൻ്റെയും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്വയം നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു. അതായത് നമ്മെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വീണുപോകുന്നു. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ ആരെങ്കിലും പുറമേ നിന്നും വന്നാലേ കഴിയൂ. ഈ ആഴ്ച മുതൽ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പാപാവസ്ഥയുടെ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദുർഭക അവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പാപാവസ്ഥ എങ്ങനെ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും പരസ്പര സ്നേഹത്തിൽ നിന്നും മാറ്റം വരുത്തുന്നു എന്ന് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വ്യക്തമാക്കി തന്ന നാൻസി ആന്റിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ആത്മീയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവില്ല മോനെ, മുമ്പോട്ട് പോട്ടെ. അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റുകളാണ്. മിസിയോ പ്രിലിംസ് ബാച്ച് 18 മെയിൻ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതുവരെ സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ
ക്ലീറ്റസ് പോൾ ചേട്ടനെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. 90 37 20 16 51 9037201651. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓൺലൈനായി നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് സെപ്റ്റംബർ 15 മുതൽ 20 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. 90 61 95 42 30 9061954230 70 12 57 45 57 7012574557. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 2 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. 95 26 03 84 46 9526 എന്നെ പറ്റി അഭിപ്രായം ചോദിക്കും. ഇപ്പൊ അതൊന്നേരം ലാസ്റ്റ് അവരുടെ സൗണ്ട് ഇല്ലാതിരുന്നാ മതി, അവരുടെ സൗണ്ട് കുറച്ചാ മതി. 21853500 89 21 85 35 00. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണ്. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ആയി ആണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷനാണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ ലേഖനങ്ങൾ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജിനും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായി ആരും ഒരു കാര്യങ്ങൾക്കും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണം. അടുത്തതായി വൈൻഡ് അപ്പ് സെഷനായി ആലീസ് കുട്ടി ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആക്കാഞ്ഞിട്ടാണ്. ഒത്തിരി സന്തോഷം. ദൈവത്തിന് സ്തുതി. പാപാവസ്ഥയെ പറഞ്ഞിട്ട് നമ്മൾ സന്തോഷമാണെന്ന് പറഞ്ഞാൽ എടുക്കില്ലേ? ഇന്നത്തെ ദിവസം നമ്മള് ഓരോ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ദൈവം നമ്മളെ എല്ലാരെയും ഒത്തിരി സ്നേഹിക്കുന്നതെന്നും സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ആഘോഷമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുമൊക്കെ നമ്മൾ കണ്ടു. എന്നാലും ഇപ്പൊ എന്നിട്ട് മനസ്സിലാകുന്ന ഈ സ്നേഹമൊന്നും അതുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അനുഭവിക്കാനോ പങ്കുവെക്കാനോ ആഘോഷമായിട്ട് ജീവിക്കാനോ നമുക്ക് പറ്റുന്നില്ലെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനുള്ള കാരണം പാപാവസ്ഥയാണെന്നുള്ളത് ഇന്നിപ്പോഴേ ശരിക്കും പ്രൊക്ലമേഷനിലൂടെയും സാക്ഷ്യത്തിലൂടെയും പ്രസന്റേഷനിലൂടെയും എല്ലാം നമുക്കിപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരാഴ്ച അതായത് നമ്മുടെ റെസ്പോൺസ് ഒത്തിരി പ്രധാനപ്പെട്ടതാ. ദൈവ മനുഷ്യ പങ്കാളിത്തം ദൈവത്തിന് തന്നെ, ദൈവം നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ സഹകരണം കൂടാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഓരോ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോഴും അതിനോടുള്ള നമ്മുടെ പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അതിന്റെ അനുഭവം, ദൈവം എന്തെല്ലാം ആഗ്രഹിച്ചാലും എത്ര സ്നേഹിച്ചാലും എന്തെല്ലാം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് അനുഭവിക്കപ്പെടാൻ പറ്റില്ല. ഈ ഒരാഴ്ചയില് നമ്മള് ഈ ഒരു ബന്ധനാവസ്ഥയിൽ, ഈ ഒരു അടിമത്തത്തില്
അന്ധകാരത്തില് നമ്മൾ പെട്ടുപോയി. പീറ്റേഴ്സിന്റെ ഉദാഹരണം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടില്ലേ? സുശീലയുടെ ആധാരം കൊണ്ട് കൊടുത്ത കഥയും സ്വന്തം ജീവിതത്തിൽ എല്ലാരും പറഞ്ഞതിലൂടെ നമുക്ക് നല്ല ക്ലിയർ ആയി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും അതില്ലേ ഇച്ഛിക്കുന്ന എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവരെയും സ്നേഹിക്കണമെന്നും എല്ലാവരോടും നല്ല കൂട്ടായിട്ട് നന്നായിട്ട് ജീവിക്കണമെന്നും ആഘോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന തിന്മ തന്നെ ചെയ്തു പോകുന്നു. ദുർഭകനായ മനുഷ്യൻ എന്നൊക്കെ പൗലോസ്ലിഹയുടെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏതെല്ലാം മേഖലയിലാണ് നമുക്കിത് അനുഭവപ്പെടുന്നതെന്ന് നമ്മളൊന്ന് തപ്പിപ്പിടിക്കുന്നത് നല്ലതാണ്. അതായത് ബന്ധങ്ങളെല്ലാം തകർന്നു പോയെന്നല്ലേ പറഞ്ഞത്? അതായത് ആ ദൈവം പറഞ്ഞത് കേൾക്കാതെ സാത്താൻ പറഞ്ഞത് കേട്ടപ്പോഴേക്ക് ആ അനുസരണമുള്ള ദാസനെ പോലെ കൊണ്ടുവച്ചു കൊടുക്കുമ്പോ അടിമത്തത്തിലായി. എല്ലാ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നപ്പോ എല്ലാ ബന്ധവും തകർന്നു. നമുക്കറിയാം, എനിക്ക് തന്നെ എന്നെ തന്നെ അങ്ങ് സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒക്കെ പറ്റാത്ത കുറ്റബോധമോ നിരാശയോ അപകർഷബോധമോ ആകപ്പാടെ നിസ്സഹായതയോ ഒത്തിരി, അതായത് ആ ഒരു നിസ്സഹായത നമുക്ക് തന്നെ രക്ഷപ്പെടാനോ നമുക്ക് കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കാനോ ആവാത്ത വിധം സുശീലയുടെ മക്കളെ അവരെല്ലാരും അവർക്ക് ആർക്കും ഒന്നുമില്ലാതായിപ്പോയി ഇവരെ കൊണ്ട് ആധാരം വെച്ചത് കൊണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ കൊണ്ടുപോയി വെച്ചപ്പോഴ് നമ്മൾ കണ്ടല്ലോ, ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ഈ ഒരു സ്ട്രക്ചേഴ്സ് ഓഫ് സിൻ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്നിടത്തെല്ലാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പറ്റാത്ത വിധത്തില് ഏതെല്ലാം തലങ്ങളിലാണ് എന്നെ തന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്ക് ഇഷ്ടപ്പെടാത്ത പറ്റാത്ത, തകർച്ച ദുഃഖത്തിലോ കുറ്റബോധത്തിലും കിടക്കുന്ന മേഖലകള്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ശ്രമിക്കാനോ അവരോട് കരുണ കാണിക്കാനോ പറ്റാത്ത വിധത്തില് അനുഭവപ്പെടുന്നത് ദൈവത്തോടായിരിക്കാം, മാതാപിതാക്കളോടായിരിക്കാം, സഹോദരങ്ങളോടായിരിക്കാം. അവിടെയൊക്കെയുള്ള തകർച്ച പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധത്തിലും ഒരു ഇത് നമുക്ക് ഉള്ള ബന്ധ തകർച്ചയുണ്ട്. അപ്പം എവിടെയെല്ലാമാണ് നമ്മളിങ്ങനെ ആകെപ്പാടെ തകർന്നു കിടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്. പിന്നെ അടുത്ത ആഴ്ച ശരിക്കും സുവിശേഷം കേൾക്കാൻ പോകുന്ന ആഴ്ചയാണ് കേട്ടോ. അതായത് നമ്മൾ പറയുകയല്ലേ, നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ നല്ല ഭക്ഷണം കിട്ടിയാൽ നമുക്കതിനകത്ത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. വിശപ്പില്ലാത്തവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്ന് നമ്മൾ നിസ്സഹായരായിട്ട് നമുക്ക് പറ്റാതെ കിടക്കുകയാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് രക്ഷയെ പറ്റിയുള്ള സദ്വാർത്ത കേൾക്കുമ്പോഴേക്ക് അതിൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പറ്റുക. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള നല്ല ഒരുക്കമായിട്ട് നമ്മളെല്ലാവരും ആകപ്പാടെ ഇങ്ങനെ തകർന്ന സ്ഥിതിയില്, അടിമത്തത്തില്, അന്ധകാരത്തില്, ബന്ധനത്തില് ആകപ്പാടെ എല്ലാം പോയി കിടക്കുകയാണെന്നുള്ള തിരിച്ചറിവ് വരണം. എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ പിടിച്ചു കയറാൻ പറ്റാത്ത ഒരു നിസ്സഹായത നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മൾ സത്യം അറിയുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റുക. ഈ ഒരാഴ്ച നമ്മൾ ആ ദൈവവചനത്തിലൂടെയും ആഴ്ചത്തെ എക്സസൈസൊക്കെയും സബ് ഗ്രൂപ്പ് മീറ്റിങ്ങും എല്ലാം ഇതിന് നമ്മളെ സഹായിക്കുന്നതാകണേ. അതായത് നമ്മള് ആ ഒരു ബന്ധനത്തിലാണ് ഒരു സ്വയം രക്ഷിക്കാനോ രക്ഷപ്പെടാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ പറ്റാത്ത വിധം നമുക്ക് രക്ഷ പുറമേ നിന്ന് വരണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാനുള്ള ആഴ്ചയാണ് ഇത്. അതിന് ദൈവം നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഉള്ള തിരിച്ചറിവ് നല്ല ആഴത്തിൽ വന്നു കഴിഞ്ഞിട്ട് ശരിക്ക് അടുത്ത ആഴ്ചത്തെ ഗുഡ് ന്യൂസ് കേൾക്കുമ്പോഴേക്ക് നമുക്ക് ഒത്തിരി സന്തോഷിക്കാനിടയാകും. അപ്പോൾ അതിനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. എവിടെയൊക്കെയാണ് ഈ തകർച്ച, ഈ നിസ്സഹായത, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ലാത്ത മേഖലകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ, നമ്മുടെ പാപാവസ്ഥ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാൻ ഈ ആഴ്ച നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥയെ തിരിച്ചറിയാൻ സഹായിച്ച ആലീസ് കുട്ടി ആന്റിക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ആലീസ് കുട്ടി ആന്റി പറഞ്ഞു തന്നതുപോലെ
ഈ ആഴ്ചകളിൽ നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവവുമായി കൂടുതൽ അടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അടുത്തതായി സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി ജാക്സൺ തേക്കും പീടികയിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സ്വാഗതം തന്ന ജോനാഥന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ ഇന്നലെ നമ്മുടെ നാടിന്റെ ഉത്സവമായ ഓണം ആഘോഷിക്കുകയുണ്ടായി. എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. ഒപ്പം നാളെ നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിലെ രണ്ട് ചെറിയ യുവാക്കളായ രണ്ട് വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളായ അതില് ഒരു വ്യക്തി വളരെ അധികമായിട്ടില്ല, 2000 ആണ്ടിൽ ജനിച്ച് മരിച്ച് വന്ന ഒരു വിശുദ്ധനാണ് കാർലോ അക്വീറ്റോസ്. നമുക്കറിയാവുന്നതാണല്ലോ, സൈബർ യുഗത്തിന്റെ ഒക്കെ ഒരു വിശുദ്ധൻ. അപ്പോ നാളെ അവരുടെ രണ്ടുപേരുടെയും വത്തിക്കാനില് വിശുദ്ധരുടെ നാമകരണ പ്രക്രിയ നടക്കുകയാണ്. അതിന്റെ പ്രോഗ്രാംസ് നാളെ വത്തിക്കാനിൽ നടക്കുന്നുണ്ട്. അപ്പോ നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ഇപ്പൊ ഓൺലൈനിലാണല്ലോ, നമ്മളെല്ലാവരും ഇപ്പൊ ദൈവവചനം ശ്രവിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും. അപ്പോ ഈ വിശുദ്ധരൊക്കെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സമാപന സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളിന്ന് പാപാവസ്ഥയെ കുറിച്ചാണ് കേട്ടത്. അനീസ് കുട്ടി ആന്റി നന്നായി പറഞ്ഞു. അതിന് മുമ്പുള്ള ഓരോരുത്തരും വളരെ നന്നായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും ഒക്കെ വളരെ നന്നായി അത് പ്രസന്റ് ചെയ്തു. ഇനി കൂടുതൽ ഇതിനെ ബോറടിപ്പിക്കുന്നതിനേക്കാളും ഉപരി ഈ പാപാവസ്ഥയിലായിരിക്കുന്ന നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്നാണ് ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. നമുക്കറിയാലോ, മനുഷ്യന്റെ ജനനം തൊട്ട് മരിക്കുന്ന അവൻ അവസാനം വലിക്കുന്ന ശ്വാസം വരെ ദൈവം ഒരു മനുഷ്യനെ കരുണ കൊടുക്കുന്ന ഒരു സമയമാണ്. ആ മരണത്തിന്റെ അവസാന ശ്വാസം വരെ മാനസാന്തരത്തിനുള്ള സമയം ദൈവം ഓരോ മനുഷ്യനും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്നതാണ് എൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും കുറവുകൾ. പക്ഷെ ദൈവം അത് തരുന്നുണ്ട് എന്ന് വെച്ച് നമ്മൾ അത് മിസ്യൂസ് ചെയ്യരുത്. പക്ഷേ നമുക്ക് എപ്പോ വേണമെങ്കിലും, നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച്, അവൻ ചെയ്യാത്ത പാപങ്ങളൊന്നും തന്നെയില്ല. അവന് സുബോധം വന്ന സമയം വരയ്ക്കും അവൻ ചെയ്ത പാപങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന്റെ കൺഫെഷൻസ് എന്ന് പറയുന്ന അതിൽ ആ പുസ്തകത്തിൽ വളരെ മനോഹരമായി അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് മാർപ്പാപ്പന്മാരൊക്കെ പറയുന്നത് പോലെ സുബോധത്തിലേക്ക് കടന്നു വരണം. പാപാവസ്ഥയിലായിരുന്നപ്പോഴും നമ്മൾ സുബോധത്തിലേക്ക് കടന്നു വരണം. ധൂർത്തപുത്രൻ ഉണ്ടായതവൻ, അവൻ സുബോധത്തിലേക്ക് കടന്നു വന്നു. അവൻ പാപാവസ്ഥയിലായിരുന്നെങ്കിൽ അവൻ സുബോധ അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നു. അവൻ ആ അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അവൻ ചെയ്തത് തെറ്റി എന്ന് ദൈവം മനസ്സിലാക്കുന്നത്. നമ്മുടെ ദൈവം എപ്പോഴും കരുണ കാണിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ മദർ തെരേസ, ഇവരൊക്കെ എന്നും കുമ്പസാരിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ വിശുദ്ധരുടെ ആ തട്ടിലേക്ക് വളരെ വേഗത്തിലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ വിശുദ്ധരായിട്ട് തന്നെ നമ്മൾ അവരെ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവിടെ പാപ അവസ്ഥയിൽ നിന്ന് മുക്തി കിട്ടണം. 2 ആഴ്ച മുമ്പ് നമ്മൾ ധനികന്റെയും ലാസറിന്റെയും ഉപമ നമ്മൾ ഞായറാഴ്ച അത് വായിച്ച് വിചിന്തനം ചെയ്യുകയുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അവൻ ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്ന ധനികൻ, അവന്റെ മേശയുടെ താഴെ കിടന്നിരുന്ന പാവപ്പെട്ടവനായ ലാസറിനെ പരിഗണിച്ചില്ല. ആ ഒരു കാരണത്താലാണ്, ആ ഒരു പാപത്താലാണ് അവന് സ്വർഗം നഷ്ടമായത്. ബാക്കി അവൻ വേറെ ഒന്നും അവന് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ കുറച്ച് മുമ്പ് സ്ലൈഡ് പ്രസന്റേഷനിൽ സഹോദരി വളരെ നന്നായിട്ട് അത് വ്യക്തമാക്കുകയുണ്ടായി. അവിടെ നമുക്കറിയാം, നമ്മള് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന സങ്കീർത്തനം 51. ഞാൻ ചില സമയങ്ങളിലൊക്കെ കുമ്പസാരിക്കാനായിട്ട് പാപം ചെയ്തൊരു ആളുകളൊക്കെ കടന്നു വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് 51-ാം സങ്കീർത്തനം ഒരു തവണ വായിച്ച് മനസ്തപിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എത്രയും കൊടും പാപം ചെയ്താലും
ദൈവത്തിന്റെ സന്നിധിയിൽ അത് ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ കരുണ കാണിക്കും. പക്ഷെ അത് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, മിസ്യൂസ് ചെയ്യരുത്. പക്ഷെ എന്നും എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വന്ന്, കാരണം നമ്മുടെ ഏത് സമയത്താണ് നമ്മുടെ മരണം എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന് മാത്രമേ അതറിയുള്ളൂ. എങ്കിലും അത് എപ്പോ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പാപ അവസ്ഥയിൽ നിന്ന് മാറി നിന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പെടുന്ന ഈ കുദാശകളിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ, നമുക്കറിയാം ലോകം മൊത്തം ഇപ്പൊ ആത്മീയതയിൽ മാറി ഇപ്പോ ഭൗതികതയിലാണ് ജീവിക്കുന്നത്, അല്ലെ? ആലിസ് ആന്റി പറയുകയുണ്ടായി, ലോകത്തിലെ മൊത്ത സുഖത്തിലാണ് എല്ലാവരും കടന്നു പോകുന്നത്. പക്ഷെ എല്ലാവർക്കും അത് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും വീഴും. ആരും പെർഫെക്റ്റ് അല്ല, ദൈവത്തൊഴികെ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ദൈവം ആ കുറവുകളെ നിറവുകളാക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഈ പാപാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ മാറ്റി ദൈവം നമ്മൾ നിറവുകളിലേക്ക് നയിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കരകയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് പാപാവസ്ഥയിൽ നിന്ന് വിട്ടു നിൽക്കാം, കുംഭസാരത്തെ സ്നേഹിക്കാം, നമുക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാം. അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഉദാശകളുടെ വിശുദ്ധ കുംഭസാരം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിരുന്നല്ലോ, കുംഭസാരക്കൂട്ടിലേക്ക് നിങ്ങൾ കടന്നു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വൈദികരുടെ അദ്ദേഹം പറയുകയാണെങ്കിൽ, വൈദികരെ നിങ്ങൾ അവരെ ശാസിക്കരുത്, അവരെ കേൾക്കണം, അവരെ മനസ്സിലാക്കണം. അങ്ങനെ അവരുടെ മനസ്സുകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്കും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഒത്തിരിയേറെ മക്കളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സുശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം. കരുണ നമുക്ക് ലഭിക്കുന്ന എവിടെയാണ്? നമ്മുടെ മനസ്താപത്തിലേക്ക് കടന്നു വരുമ്പോൾ, പാപാവസ്ഥയിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് ആ കരുണ ലഭിക്കുന്നത്. അങ്ങനെ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപാവസ്ഥയിൽ നിന്നെല്ലാം വിടുതൽ നൽകി നമുക്ക് മുന്നോട്ട് സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് നാളെ തുടങ്ങി പുതിയ ഫലാഗമനക്കാൽ എന്ന് പറയുന്ന നമ്മൾ എലിയ ശ്രീവാമൂശ കാലങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി അച്ഛ. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്കും മിസിയോ കുടുംബത്തോടുള്ള കരുതലിനും ഞങ്ങൾക്ക് തരണം വെച്ച ഓക്കെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ജീവിത നിയോഗങ്ങളോടും അഭിലാഷങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നന്ദി അച്ഛ. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്കും മിശിയോ കുടുംബത്തോടുള്ള കരുതലിനും ഒത്തിരി നന്ദി. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നാം കേട്ട ഓരോ വചനങ്ങളും ആഴത്തിൽ ധ്യാനിച്ച് മറ്റുള്ളവരുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹീതമായി പൂർണ്ണമാകാൻ നമ്മെ സഹായിച്ച ദൈവത്തിനും ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി തയ്യാറാക്കിയ മിശിയോയുടെ എല്ലാ സഹകാരികൾക്കും ഒത്തിരി നന്ദി. ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിന് നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിന് നന്ദിയേകിടാം, അങ്ങു തന്ന ദാനത്തിന് നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിന് നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.